ടാരോ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ ടാരോ കാർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ നമ്മൾ റീഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ പേര് പ്രദീപ്. ഐ ടീച്ച് പീപ്പിൾ ഹൗ ടു റീഡ് ടാരോ കാർഡ് ഫോർ ദംസെൽവ്സ് ആൻഡ് ഐ എം ഓൺ എ മിഷൻ ടു ഹെൽപ്പ് 1 lakh പീപ്പിൾ ലേൺ ടാരോ കാർഡ് ഫോർ ദംസെൽവ്സ്. 6 ഘട്ടമായിട്ടാണ് നമ്മൾ ഇതിൽ ഇടപെടുന്നത്. ഇതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന, നമുക്ക് പലപ്പോഴും അറിയാമല്ലോ, നമ്മളൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഭയങ്കര വൈകാരികമായിട്ട് ഒരു എന്താ പറയുക ചാർജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പം നമുക്കറിയാലോ, നമുക്ക് 2 വ്യക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഒന്ന് ബ്രെയിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു, ഒന്ന് ഹാർട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഹാർട്ട് ഇമോഷണൽ ഇത് വരുമ്പോൾ ഈ ബ്രെയിൻ ഓഫായി പോകും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ പ്രശ്നം വരുന്ന പലപ്പോഴും ഈ നമുക്ക് തന്നെ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്താണ് നമുക്ക് അറിയേണ്ടതെന്നുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കുറേ ആത്മപരിശോധന നടത്തി ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. ഉദാഹരണത്തിന് നമുക്ക് എന്ത് ഇമോഷനാണ് എനിക്കിപ്പോൾ എൻ്റെ പാർട്ട്ണറോടുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കാം. ദാറ്റ് ഈസ്, എൻ്റെ ഇപ്പോഴത്തെ ഇമോഷൻ എന്താണ് ശരിക്കുള്ളത്? എനിക്ക് ദേഷ്യമാണോ, ജലസിയാണോ, അതോ സ്നേഹമാണോ, അതോ വേറെ എന്ത് വികാരമാണ് എനിക്ക്, ഇൻഡിഫറൻസ് ആണോ തോന്നുന്നത് എന്ന് നമുക്ക് ടാരോ കാർഡിനോട് കാണിച്ചു തരാൻ പറയാം. പിന്നെ നമുക്ക് അതേപോലെ എനിക്ക് എൻ്റെ പാർട്ട്ണറോട് ഇപ്പോൾ സഹാനുഭൂതി ഉണ്ടോ, ഞാൻ എംപതൈസ് ചെയ്യുന്നുണ്ടോ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എൻ്റെ പാർട്ട്ണറോട് സഹാനുഭൂതി തോന്നാൻ പറ്റും എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്കൊരു കാർഡ് വരും. കാർഡിൻ്റെ അർത്ഥനിർമ്മാണം നമ്മളാണ് നടത്തുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ പണ്ട് കാലത്തൊക്കെ നിങ്ങൾ അറിയാലോ, കറുത്ത പൂച്ച കുറുകെ ചാടിയ അത് ദുശകുനമെന്ന് പറയും. ശരിക്കും കറുത്ത പൂച്ചയും ദുശകുനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഒരു അർത്ഥനിർമ്മാണം നടത്തുന്നത് എങ്ങനെയാണ്. ചിലവർക്ക് ഫലിക്കാറുണ്ട്, ചിലവർക്ക് ഫലിക്കാറില്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ ചോദിക്കുന്നത്, എന്തെങ്കിലും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നോ ഞങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ? അത് അൺറിസോൾവ് ഞാൻ അറിയാമല്ലോ, നിങ്ങൾക്ക് പരിഹാരം അതിനൊരു അതന്നെ പരിഹാരമാകാത്തതുണ്ടായിരുന്നു. അത് നമുക്ക് കാർഡോട് ചോദിക്കാം. അപ്പോൾ നമുക്കൊരു കാർഡ് വരും. അപ്പോൾ നമ്മൾ ആ കാർഡ് നോക്കിയിട്ട് നമ്മൾ പിന്നെ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ടാരോ കാർഡ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഇൻറ്റ്യൂഷനിലാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, എനിക്കിങ്ങനെ ഇതില്ലല്ലോ എന്ന് തരുന്നതാണ്. പക്ഷേ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് തെറ്റുമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇമോഷണലി നമ്മൾ ചാർജഡ് ആകുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്വിച്ച് ഓഫ് ആവും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു റൈറ്റ് സ്പ്രെഡ് വേണം. നിങ്ങൾ ടാരോ കാർഡ് റീഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, 2, 3 കാർഡ് അല്ലെങ്കിൽ 6 കാർഡ് 10 കാർഡൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടാരോ കാർഡ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. 3 കാർഡ് സ്പ്രെഡ് ഉപയോഗിക്കാം, 6 കാർഡ് സ്പ്രെഡ്, പിന്നെ കെൽറ്റിക് ക്രോസ്. ഞാനിത് ഡെമോ ചെയ്യണമെന്ന് വിചാരിച്ചു, ഒരിക്കൽ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ അതിലെന്ത് പറ്റി വെച്ചാൽ അതിൽ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് ഡെമോ ചെയ്യുന്നത് യൂണിവേഴ്സിന് ഇഷ്ടമല്ല എന്നുള്ളത്. കാരണം ഡെമോ പേർപ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ആരുമായിട്ട് അത് കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 6 കാർഡ് സ്പ്രെഡ് എന്ന് പറയുന്നത് പ്രസന്റ് എന്ത് റോളാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു റിലേഷൻഷിപ്പിൽ നമുക്കറിയാലോ, നമുക്ക് നമ്മുടെ ഭാഗം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റില്ല. 2, നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് എ ട്രൂ നേച്ചർ? ഇപ്പോഴത്തെ ശരിക്കുള്ള പ്രശ്നം എന്താണ് നമ്മൾ തമ്മിലുള്ളത്? അത് ഇമോഷണൽ പ്രശ്നമാണോ, അതോ ഇൻ്റലക്ച്വൽ പ്രശ്നമാണോ, അതായത് വ്യക്തിപരമായിട്ടുള്ളതാണോ, അതോ ക്രിയേറ്റിവിറ്റിയുടെ പ്രശ്നമാണോ, അതോ പണത്തിൻ്റെ പ്രശ്നമാണോ, കരിയർ പ്രശ്നമാണോ, അതായത് നമ്മുടെ ഫാമിലിയുടെ പ്രശ്നമാണോ, അതോ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രശ്നമാണോ, അതോ ബാഡ് ഹാബിറ്റ്സ് ആണോ? എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്ന് നമുക്ക് കാർഡിനോട് ചോദിക്കാം. 3, എങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്? നമുക്കറിയാലോ, പെട്ടെന്ന് ഒരു സിറ്റുവേഷനിലേക്ക് എത്തില്ല, അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇമ്മീഡിയറ്റ് കോസ് എന്താണ് എന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ ഹൗ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് മീ. ശരിക്കും നമുക്കറിയാലോ, ഒരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാർഡിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ്. ഇതൊരു ട്രഡീഷണൽ സ്പ്രെഡാണ്, ഇത് എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. ഇനി വേർ ദ സിറ്റുവേഷൻ ഈസ് ലീഡിങ്, ഇവിടെയാണ് നമുക്ക് അറിയേണ്ടത് എന്താണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. കാരണം നമുക്കത് മോശമാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യണം, നല്ലതാണെങ്കിലും നമുക്ക് അതിലേക്ക് വേഗം എത്തിച്ചേരണം. അപ്പോൾ ഇത് ആണ് നമ്മുടെ ചോദ്യം. കീ ഫാക്ടർ എന്ന് പറയുന്നത്, ഇതിലെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഒരു കീ ഫാക്ടർ ഉണ്ട്, അതെന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ 6 കാർഡ് തുറന്നു വയ്ക്കുമ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടും. ഒരിക്കലും നമ്മൾ ഒറ്റ കാർഡായിട്ടല്ല കിട്ടുന്നത്, ഒറ്റ കാർഡ് നമുക്ക് മീനിങ് കിട്ടില്ല. മൾട്ടിപ്പിൾ കാർഡ്സ് വരുമ്പോഴേ നമുക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ടോട്ടാലിറ്റിയിൽ കിട്ടി, നമ്മളോട് തന്നെ ചോദിക്കുന്നു. ചിലപ്പോൾ സമയമെടുക്കും, 1/2 മണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ നമുക്ക് സ്വയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ ഐഡിയ കിട്ടില്ല, കാരണം നമ്മൾ ഇമോഷണലി ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ എന്ന് പറഞ്ഞ് കുറച്ചൊരു ഡീപ്പ് ബ്രീത്ത് ചെയ്ത് ഗ്രൗണ്ടിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും നോക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കൃത്യമായിട്ട് ഉത്തരം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കാർഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അതായത് കാർഡ് സ്പ്രെഡ് ചെയ്തു, നമ്മളത് എഴുതി വെച്ച്
എപ്പോഴും ഒരു ജേർണൽ നമ്മൾ കീപ്പ് ചെയ്യും. ഈ ടാരോ കാർഡ് പഠിക്കുന്നവരെല്ലാം, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം. അപ്പോൾ അതിൽ നമ്മൾ ഓരോ ഇതിനും നമ്മൾ ആ കാർഡ് എടുത്ത് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് നമ്മൾ എഴുതി വെച്ച് പിന്നെ നമ്മൾ തിരിച്ചുവിട്ട് നോക്കും ഇതൊക്കെ സത്യമാണോ എന്നറിയാൻ. 90% എനിക്കൊക്കെ പേഴ്സണലി വളരെ ഇഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസിന് കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 3 മാസം ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിന് പലപ്പോഴും കപ്പിൾസ് വരുന്ന നമ്മൾ കാണാറുണ്ട്. എനിക്ക് അവരെ ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, നമുക്ക് മാറിയിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജും ഇത് കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും രണ്ടുപേരും വരില്ല, ഒരാൾ മാത്രം വരും. അപ്പോൾ അതിൽ നമുക്ക് ആ വ്യക്തിക്ക് എന്താ പറയുക ഒരു മനസ്സമാധാനം കൊടുക്കാമെന്നല്ലാതെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല. പിന്നെ ചിലപ്പോൾ സൊല്യൂഷൻസ് എടുക്കാനായിട്ട് വർഷങ്ങൾ വരും, ചിലപ്പോൾ സൊല്യൂഷൻസ് കിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഏരിയയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും പലപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ സാധാരണഗതിയിൽ ഭാര്യാഭർത്താക്കളുടെ ഇടയിൽ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ്. എസ്പെഷ്യലി നമ്മൾ എന്താ പറയുക അച്ഛനമ്മയൊക്കെ കൂടെ ഉണ്ട്, ഒരു ചെറിയ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് പരസ്പരം മിണ്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ മിണ്ടുന്ന എല്ലാവരും ഇതാക്കും. അല്ലെങ്കിൽ നമ്മൾ പിള്ളേരുടെ കൂടെയൊക്കെയാണ് കിടന്നുറങ്ങുന്നെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക വൈകാരികമായിട്ട് അടുപ്പം ഇതാക്കാൻ പറ്റില്ല. പിന്നെ പലപ്പോഴും നമുക്കറിയാലോ നമ്മളൊരു തീരുമാനമെടുത്ത് നടത്താക്കാന്നിരിക്കുമ്പോൾ ഒരു ഫാമിലി ഇൻ്റർഫിയറൻസ് വരും. അതായത് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യ ആരോ പറയുമ്പോൾ നമുക്കത് ഇറിറ്റേഷൻ വരും. ചിലപ്പോൾ ഇത് കുറേ നാളായിട്ട് വരുമ്പോൾ ആ അതിങ്ങനെ പൈലപ്പായി വരും ഇമോഷൻസ്. അപ്പോൾ ഒരു ഇതിൽ ബേസ്റ്റ് ആവും. പിന്നെ പലപ്പോഴും ഈ കൾച്ചറൽ ഡിഫറൻസ് ആദ്യം ഒരു 3 വർഷമൊന്നും ഈ നമ്മുടെ ഈ വൈവാഹിക ജീവിതത്തിൽ അറിയില്ലെങ്കിലും പിന്നീട് അത് ഇതാക്കി തുടങ്ങും. അതായത് ഫോർ എക്സാമ്പിൾ ഭക്ഷണത്തിൻ്റെ പ്രിഫറൻസ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രെസ് ആണ്. അപ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാര്യം പണം ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് ഇപ്പോൾ കേരളത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. എസ്പെഷ്യലി വിമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് സ്വയം അറിയാത്തതാണ്. അത് എന്തെങ്കിലും രീതിക്ക് ഇതാക്കാൻ പറ്റുമോ. പിന്നെ പലപ്പോഴും ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്, അതായത് എസ്പെഷ്യലി വർക്കിംഗ് വിമനോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് വർക്കിംഗ് വിമൻ അല്ലെങ്കിൽ പോലും പലപ്പോഴും എന്താ പറയുക ഒരുപാട് ജോലി അത് ഇത് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു വൈകാരിക ഇതിന് കിട്ടില്ല. അപ്പോൾ അത് കാരണം ഉണ്ടോ നമുക്ക് ചോദിക്കാം. പിന്നെ ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ നമുക്കറിയാമല്ലോ. വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഫിഡിലിറ്റി എന്നാണ്. ഇൻഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അതായത് പരസ്ത്രീ പരപുരുഷ ഇത് അതിന് ഞാൻ ഉത്തരം പറയുന്നതല്ല, കാരണം അത് കൗൺസിലിംഗ് അതിന് ആളുകളുണ്ട്. പിന്നെ സ്ട്രെസ്സും സോഷ്യൽ പ്രഷേഴ്സും പലപ്പോഴും പല എക്സ്പെക്ടേഷൻസ് വരുമ്പോഴും നമുക്ക് ഇത് വരും. പിന്നെ ലാക്ക് ഓഫ് ഇൻറ്റിമസി എന്ന് പറയുന്ന ആൾക്കറിയാലോ, അതായത് ഇൻറ്റിമസി എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു അടുപ്പക്കുറവ്. പിന്നെ പാരൻറ്റിങ് ചാലഞ്ചസ്, എപ്പോഴും കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ ഇതിൽ മാത്രമായി റെസ്പോൺസിബിലിറ്റി വരും, അല്ലെങ്കിൽ കുട്ടിക്ക് എന്ത് നെഗറ്റിവിറ്റി ആയാലും നീ വളർത്തിയത് കൊണ്ടാണ് എന്ന് പറയും. അങ്ങനത്തെ ചില പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പോൾ ഇത് ഏത് ഏരിയയിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ടാരോ കാണിച്ചു തരിക, നമ്മുടെ പാർട്ട്ണർക്കല്ല. അപ്പോൾ ഇതിൽ എപ്പോഴും ടാരോ നമ്മളോടാണ് മാറാൻ പറയുന്നത്, നമ്മളോടാണ് ആക്ഷൻ സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നത്. ഇനി അതിന് ശേഷം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും കുറേ ആക്ഷൻ വേണം. അപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു ഹോറോസ്കോപ്പ് ഇതിൽ നിന്നും ടാരോ വ്യത്യാസപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാവി മാറ്റാൻ പറ്റും എന്നാണ് ടാരോ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കണം. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആക്ഷനാണ് അതിൻ്റെ റിസൾട്ട് എങ്കിലും നമ്മളത് ആക്ഷൻ എടുക്കണം. ഈ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ആക്ഷൻ എടുത്ത് മാറ്റണം. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം മൊബൈൽ ഒഴിവാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ സ്വയം ചോദിക്കുക. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവസാനത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എവറിത്തിങ് ഹാസ് എ ഫേസ്. ഒരു സൈക്ലിക്കൽ ഇതാണല്ലോ, അതായത് വേനൽ കഴിഞ്ഞാൽ മഴ വരും, മഴ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്താ പറയുക വസന്തം വരും എന്ന് പറയുമല്ലോ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒന്നും ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആകുമ്പോൾ നമ്മൾ നല്ല കമ്മ്യൂണിറ്റിയിൽ ചേരുക. ഒരു കാര്യമുള്ളത്, ഒരിക്കലും ഫാമിലി പ്രോബ്ലംസ് ഫ്രണ്ട്സിനോടോ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനോടോ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലറിനെ കാണുന്നതാണ് നല്ലത്. കൗൺസിലർ ആരാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അതൊന്നും പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു പേപ്പറിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം എഴുതിയിട്ട് അത് കത്തിച്ച് കളഞ്ഞാൽ മതി. സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തെറാപ്പി പോലെ വർക്ക് ചെയ്യും. കാരണം ഡയറി ഇപ്പം നമുക്ക് പേഴ്സണലി കീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ആരും ഷെയർ ചെയ്യാനില്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്ത് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും എല്ലാ ദേഷ്യങ്ങളും എല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾ എന്താ പറയുക അത് കത്തിച്ച് കളയുക. അത് മറന്നിട്ട് അവിടെ ഇട്ടിട്ട് പോരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടും. മനസ്സമാധാനം കിട്ടുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളുടെ ഇൻ്റലക്റ്റും വർക്ക് ചെയ്യും. നിങ്ങളുടെ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങളത് കണ്ടെത്തും.
അത് കണ്ടെത്താനാണ് ടാരോ സഹായിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയണം. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നല്ല ഭാഷയിൽ പറയണം. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്നതിന് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഐ ആം യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്.